ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള കൊല്ലം ജില്ലയിൽ ഇത്തവണ UDF വലിയ പ്രതീക്ഷ വയ്ക്കുകയാണ്. 11 സീറ്റുകളിൽ നിലവിൽ LDFന് 9ഉം UDFന് 2 MLAമാരുമാണുള്ളത്. വാശിയേറിയ മത്സരമാണ് ഇത്തവണ മിക്ക മണ്ഡലങ്ങളിലും നടന്നത്. 5 സീറ്റിൽ കുറയാതെ വിജയിക്കുമെന്ന് UDF കണക്ക് കൂട്ടുമ്പോൾ നഷ്ടപ്പെട്ട സീറ്റുകൾ കൂടി നേടുമെന്നാണ് LDFന്റെ ആത്മവിശ്വാസം. 3 മന്ത്രിമാരാണ് ഇത്തവണ ജില്ലയിൽ നിന്ന് ജനവിധി തേടുന്നത്. ലിജോ റോളൻസ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകും. ലിജോ, അപ്പോൾ വലിയ ഒരു പ്രതീക്ഷ UDF ഇത്തവണ കൊല്ലത്ത് പങ്കുവെക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ വലിയ പ്രതീക്ഷ. പക്ഷേ അതേസമയം കൊല്ലത്തെ ആധിപത്യം നിലനിർത്താൻ കഴിയും എന്ന് LDFും പ്രതീക്ഷിക്കുകയാണ്. അതിനിടെ മന്ത്രിമാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലടക്കം എന്താണ് സ്ഥിതി? ജിൽസി, കൊല്ലം ജില്ലയിൽ മുന്നണികളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലാണ്. ആദ്യം UDFന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2001 ആയിരുന്നു കൊല്ലം ജില്ലയിൽ അവരുടെ ഒരു സുവർണ കാലഘട്ടം. 9 MLAമാരുണ്ടായിരുന്നു ആ സമയത്ത്. അത് ആവർത്തിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് DCCയുടെ ഒപ്പം തന്നെ ഘടകകക്ഷികളുടെ നേതൃത്വത്തിൽ ഒരു പ്രവർത്തനം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 സീറ്റുകളാണ് ലഭിക്കുമെന്ന് അവർ കണക്കുകൂട്ടലുകൾക്ക് ശേഷം ഏകദേശം ഉറപ്പിച്ചു പറയുന്നത്. നിലവിലുള്ള കരുനാഗപ്പള്ളിയും കുണ്ട്രയും നിലനിർത്തുന്നതിനൊപ്പം തന്നെ കൊല്ലം സീറ്റ്, കൊല്ലത്തെ പ്രധാന സീറ്റാണ് നഗരത്തിലെ സീറ്റ് കൊല്ലം. അതിനോടൊപ്പം കുന്നത്തൂരും ചവറയും കൂടെ ലഭിക്കുമെന്നുള്ളതാണ് കണക്കുകൂട്ടലുകൾ പറയുന്നത്. ഇതിനോടൊപ്പം വലിയ ഒരു തരംഗമുണ്ടായി കഴിഞ്ഞാൽ 2 മന്ത്രിമാർ വരെ പരാജയപ്പെടും. അതായത് പത്തനാപുരവും അതിനോടൊപ്പം തന്നെ ഈ കൊട്ടാരക്കരയിലും വിജയിച്ച് കയറാമെന്നുള്ള ഒരു പ്രതീക്ഷയും UDF പങ്കുവയ്ക്കുന്നു. ഇനി 100-ന് മുകളിലൊക്കെ സീറ്റിലേക്ക് പോയാൽ ചടയമംഗലം കൂടെ വിജയിക്കാമെന്നുള്ളതാണ് ഒരു പ്രതീക്ഷ വയ്ക്കുന്നത്. മറ്റു സീറ്റുകളിലും, അതായത് എന്തു വന്നാലും ലഭിക്കില്ല എന്ന് കണക്ക് കൂട്ടുന്ന 2 സീറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് പുനലൂരും ഒന്ന് ചാത്തന്നൂരുമാണ്. അതൊഴിച്ചുള്ള 9 സീറ്റുകളിൽ എന്തും സംഭവിക്കാമെന്നുള്ളതാണ് കണക്കൂട്ടൽ. ഇതിന് പ്രധാന ആധാരമെന്ന് പറയുന്നത് കഴിഞ്ഞ തദ്ദേശത്തിലെ കണക്കുകളാണ്. ജില്ലയിൽ സമാസമം നിൽക്കുകയാണ് ഇടതുപക്ഷവും ഈ UDFും. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വലിയ ഒരു ആശ്വാസം തരുന്നത്. LDFന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ LDFും വലിയൊരു ആശ്വാസം, ഒരു വലിയ രീതിയിലുള്ളൊരു ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു. കാരണം അവർക്ക് നിലവിൽ 9 സീറ്റുകളുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, അതായത് 2016-ൽ മുഴുവൻ സീറ്റുകളിലും വിജയിച്ചിരുന്നത് LDF ആയിരുന്നു. കൊല്ലത്തിന്റെ മണ്ണ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ 2016 ആവർത്തിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ചില സീറ്റുകൾ തിരികെ, അതായത് സിറ്റിംഗ് സീറ്റുകൾ തിരികെ പിടിക്കുക ബുദ്ധിമുട്ടാണെന്നുള്ളത് നേതാക്കൾ പങ്കുവെക്കുന്നു. ചിലത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നത്. ഉറപ്പിക്കുന്ന സീറ്റുകൾ പുനലൂർ ഉറപ്പിക്കുന്നുണ്ട്, ചടയമംഗലം അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്, ചാത്തന്നൂര്, ഇരവിപുരം മുതലായ മണ്ഡലം, ഒപ്പം തന്നെ മന്ത്രി KN ബാലഗോപാൽ മത്സരിക്കുന്ന കൊട്ടാരക്കരയിലും അവരുടെ കണക്കിൽ അതായത് 5 അക്ക ഭൂരിപക്ഷത്തിന് മുകളിൽ വിജയിക്കുമെന്ന് ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളാണ്. ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തേക്ക് പോയി കഴിഞ്ഞാൽ KN ബാലഗോപാലിനെ ആ സ്ഥാനത്തേക്ക്, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പോലും കാണുകയും ചെയ്യുന്നുണ്ട്. 3 മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പും നിർണായകം തന്നെയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ തദ്ദേശത്തിലുണ്ടായ വലിയൊരു തിരിച്ചടി, വോട്ട് കണക്കിൽ മുന്നിട്ട് നിന്നാൽ പോലും തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ തിരിച്ചടി, കോർപ്പറേഷൻ നഷ്ടപ്പെടുന്നു. അതിൽ നിന്നൊരു മടങ്ങി വരവാണ് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഇനി NDAയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാത്തന്നൂരാണ് അവർ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി 2ാം സ്ഥാനത്ത് വരുന്ന മണ്ഡലത്തിൽ എന്തും സംഭവിക്കും. സാമുദായിക സമവാക്യങ്ങൾ, ഈഴവ വോട്ടുകൾക്ക് വലിയൊരു ബേസുള്ള ഒരു മണ്ഡലമാണ്. അവിടെയും എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 3 മുന്നണികളും വലിയ പ്രതീക്ഷ വെക്കുന്നു. നാളെ രാവിലെയോട് കൂടെ വലിയ പ്രതീക്ഷ തന്നെ പങ്കുവെക്കുകയാണ് 3 മുന്നണികളും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാൻ ഇനി അധിക മണിക്കൂറുകളൊന്നും കാത്തിരിക്കേണ്ട എന്നുള്ളത് കൂടിയാണ്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടത് തന്നെയാണ് എന്താകും റിസൾട്ട് എന്ന്.